വർഷം 1899 അവസാനം നല്ല മലയുടെ ഹൃദയഭാഗത്ത് സൂര്യപ്രകാശം പോലും വഴുതി വീഴുന്ന ആ കൊടുങ്കാടിന് അന്ന് ചോരയുടെ ഗന്ധമായിരുന്നു. ഇലപ്പച്ചപ്പുകളുടെ വന്യമായ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തലപ്പിൽ നിന്നും വള്ളി ഏണിയിൽ തൂങ്ങിയാടി ഒരാൾ താഴേക്ക് ചാടി. അയാളുടെ പേര് ചെഞ്ചയ്യ എന്നായിരുന്നു. ഗോത്രവർഗക്കാരനാണ്. തേൻ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ നല്ല സമയം എന്ന് കരുതാം, എന്നാൽ അത്രയ്ക്ക് നല്ല സമയമല്ല എന്നും കരുതാം. ഭാഗ്യം അദ്ദേഹത്തെ നല്ലപോലെ തുണച്ചു. കാരണം ഇപ്രാവശ്യം കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ മുള കൊണ്ട് നിർമ്മിച്ച ആ പാത്രമുണ്ടല്ലോ, ഒരു കുഴൽ പോലത്തെ, അത് നിറയെ തുളുമ്പുന്ന തേനാണ്. അത്രയധികം സന്തോഷത്തിലാണ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയത്. ഇന്ന് ചന്തയിൽ ചെന്നാൽ ഇതിന് ധാരാളം പണം ലഭിക്കും, അതുകൊണ്ട് സാധന സാമഗ്രികളെല്ലാം വാങ്ങിക്കുവാൻ കഴിയും. ആ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. വനത്തിലൂടെ തൻ്റെ ഊര് ലക്ഷ്യമാക്കി അയാൾ നടന്നു. കൊടുന്നതിന് തന്നെ പക്ഷികളുടെ ചിലമ്പലുകൾ അടങ്ങി. അന്തരീക്ഷത്തിൽ അജ്ഞാതമായൊരു ഭീതിയുടെ തണുപ്പ് പടർന്നു. കാര്യമറിയാതെ ചെഞ്ചയ്യ ചുറ്റും നോക്കി. എന്നാൽ പ്രഥമദൃഷ്ടിയാൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ കാണുവാനുണ്ടായിരുന്നില്ല. എങ്കിലും എന്തോ ഒരു ഭീതി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. അയാൾ വീണ്ടും അവിടെ നിന്നു. മനസ്സിനെ ശാന്തമാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഹൃദയമിടിപ്പിൻ്റെ വേഗത വല്ലാതെ കൂടി വന്നു. വനം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ശാന്തമായി പോകുന്നതെന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. തൻ്റെ കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടും വീണ്ടും പരതി. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെ കുറ്റിക്കാടിനുള്ളിൽ ചെറിയൊരു അനക്കം അയാൾ കണ്ടു. ആ കുറ്റിക്കാടിൻ്റെ ഇരുട്ടിനുള്ളിൽ എന്തോ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അയാൾ അവിടേക്ക് തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സൂക്ഷ്മമായി അതിനുള്ളിലേക്ക് നോക്കി. അയാൾ വ്യക്തമായി തന്നെ കണ്ടു. രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുന്നത്. ഒരു നിമിഷം അദ്ദേഹം പതറി, മരവിച്ച് നിന്നുപോയി. എങ്കിലും സർവ്വശക്തിയും എടുത്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞോടി. അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് അയാൾ ചാടി കയറുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവിടെയെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ഇടിമിന്നൽ പിണർപ്പ് പോലെ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്ന ആ രൂപം പുറത്തേക്ക് വരികയും ഒറ്റ കുതിപ്പിന് മരത്തിലേക്ക് കയറുവാൻ ശ്രമിച്ച ചെഞ്ചയ്യയുടെ മുകളിലേക്ക് അതിൻ്റെ കൂർത്ത നഖങ്ങളും കോമ്പലുകളും ഇറങ്ങുകയും ചെയ്തു. പിന്നെ കാട്ടിൽ മുഴങ്ങിയത് ചെഞ്ചയ്യയുടെ ഉച്ചത്തിലുള്ള നിസ്സഹായത നിറഞ്ഞ ഒരു നിലവിളി മാത്രമായിരുന്നു. മരത്തിലേക്ക് കയറുവാൻ ശ്രമിച്ച ചെഞ്ചയ്യയുടെ തുടയിലേക്ക് ആ കൂർത്ത നഖങ്ങൾ ആഴത്തിലിറങ്ങി ഒറ്റ വലിക്ക് നിലത്തേക്കിട്ടു. പിന്നെ കടുവ ഒറ്റയാടി നെഞ്ചിലേക്ക്. കൂർത്ത നഖങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിലിറങ്ങി. കടുവയുടെ കൂർത്ത പല്ലുകൾ കഴുത്തിലേക്കും. പിന്നെ അലർച്ചകൾ അവസാനിച്ചു. ശബ്ദങ്ങൾ നിലച്ചു. വീണ്ടും വനം പഴയതുപോലെ ശാന്തതയിലേക്ക് മാറി. ചെഞ്ചയ്യയുടെ കയ്യിലുണ്ടായിരുന്ന തേൻ ശേഖരിക്കുന്ന ആ മുളയുണ്ടല്ലോ, അത് നിലത്തേക്ക് വീണു. അതിലുണ്ടായിരുന്ന തേൻ മുഴുവൻ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങി. ചെഞ്ചയ്യ വലിഞ്ഞു കയറുവാൻ നോക്കിയ ആ മരത്തിൽ ചോരക്കറയും കടുവയുടെ കൂർത്ത നഖങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാടും അവശേഷിച്ചു. നിലത്ത് ചോരത്തുള്ളികൾ തെറിച്ചു കിടക്കുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്നു. പിന്നെ കാണാൻ കഴിയുന്നത് ചപ്പ് ചവറുകൾക്കിടയിലൂടെ വലിച്ചിടിച്ചു കൊണ്ടുപോയ ഒരു പാടാണ്. ആ പാടിലാകട്ടെ ചോരമയവും വ്യക്തമായി കാണാം. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് നല്ലമല വനത്തിലും അതിനു ചുറ്റുമുള്ള പ്രദേശത്തും ഏകദേശം 3-4 മാസങ്ങളായി ഭീതി പടർത്തിയിരുന്ന ഒരു നരഭൂജിയായി തീർന്നിരുന്ന കടുവയെ വേട്ടയാടിയ കഥയാണ്. മാണിക്യം പ്രസാദ് എന്ന ഒരു വേട്ടക്കാരനാണ് ഈ കടുവയെ കൊലപ്പെടുത്തിയത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കഥയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ കേൾക്കുവാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോകൾ ഒന്ന് കാണുവാനും ശ്രമിക്കുക. വീഡിയോ കാണുന്നവർ വീഡിയോ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. പിന്നെ എല്ലാവരും ഹൈപ്പ് ചെയ്യുവാൻ മറന്നു പോകുന്നുണ്ട്, അതുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. എന്നാൽ നമുക്കിനിയും കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മുടെ കഥ നടക്കുന്നത് 1899 അവസാന കാലഘട്ടത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ.
ഈ സമയങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നല്ലമല വനവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. എന്നാൽ ഇന്ന് ഈ വനം നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ടാണ്. കിഴക്കൻ ഘട്ട മലനിരകളുടെ മാറിലൂടെ പമ്പരം പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഭീതിയുടെ സാമ്രാജ്യമാണ് നല്ലമലക്കാടുകൾ. പകൽ പോലും സൂര്യപ്രകാശം പോലും അവിടേക്ക് എത്തി നോക്കുവാൻ ഭയപ്പെടും. കാരണം ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾ തന്നെയാണ് അതിന് കാരണം. അപ്പോൾ നിങ്ങൾ കരുതും പച്ചപ്പണിഞ്ഞ മനോഹരമായ കാടാണ് ഇത് എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. കറുത്തിരുണ്ട് വന്യമായ ഗന്ധം പേറി നിൽക്കുന്ന മരണത്തിൻ്റെ കാടാണത്. കൂറ്റൻ പാറക്കെട്ടുകളും ആരും ഇറങ്ങാൻ ഭയക്കുന്ന ആഴമേറിയ താഴ്വാരകളും വർഷങ്ങളായി മനുഷ്യൻ്റെ കാൽപ്പാടുകൾ പതിയാത്ത ഗുഹകളും ഇവിടെ ധാരാളമായുണ്ട്. കൃഷ്ണയും ഗോദാവരിയും ഒഴുകുന്ന ഈ മണ്ണിലെ കാടുകളിൽ അക്കാലത്ത് ആനക്കൂട്ടങ്ങളും വിഷപ്പാമ്പുകളും അതിക്രൂരമായ പുലികളും കടുവകളും ധാരാളമായി ഉണ്ടായിരുന്നു. ചെഞ്ചു വർഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാട്ടിൽ ജനിച്ച് കാടിൻ്റെ ഓരോ വഴികളും നല്ലപോലെ അറിയാവുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു അവർ. എങ്കിലും ആ വനത്തിലെ ഉൾവനങ്ങളിൽ അവർ പോയിട്ടില്ല. അവിടെ എത്തി വഴി തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പോലും തിരിച്ചു വരുവാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള വനത്തെ പിടിച്ചടക്കുവാൻ പല ബ്രിട്ടീഷുകാരും ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ വലിയ വലിയ തോക്കുകൾക്ക് പോലും അതിൻ്റെ ഉള്ളറകളിലേക്ക് എത്തി നോക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ഇത്രയും നിബിഡമായ വനത്തിൻ്റെ അരികിൽ ധാരാളം ഗ്രാമങ്ങളും ഉള്ളിൽ ഗോത്രവർഗ്ഗക്കാരും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ പ്രദേശത്താണ് നമ്മൾ പറയാൻ പോകുന്ന ഈ കഥ നടന്നത്. ഇവിടങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന ഉപജീവന മാർഗം തേൻ ശേഖരണവും വിറക് ശേഖരണവും പിന്നെ ആടുകളെയും മറ്റും കാട്ടിലേക്കും മറ്റും മേയ്ക്കാൻ കൊണ്ടുപോകുന്നതും ചെറിയ രീതിയിലുള്ള കൃഷിയും പിന്നെ മരങ്ങളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം കറയുണ്ട്, അതെന്തോ ആവശ്യത്തിന് വേണ്ടി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവയെല്ലാം ആയിരുന്നു അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന ഉപജീവന മാർഗം. എങ്കിലും അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. അമ്പുകളും വില്ലുകളും ഉപയോഗിച്ച് അവർ ചെറിയ രീതിയിൽ വനത്തിലേക്ക് പോയി നായാടാറുമുണ്ടായിരുന്നു. പിന്നെ ഇതിലുപരി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ട്രാക്കർമാരായിരുന്നു, നല്ല പോലെ കാടിനെ അറിയാവുന്നവർ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും വരുന്ന ബ്രിട്ടീഷുകാരെയും മറ്റു വേട്ടക്കാരെയും വനത്തിലേക്ക് കൊണ്ടുപോകുന്നതും മൃഗങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇവരായിരുന്നു. അതിനിവർക്ക് നല്ല പ്രതിഫലവും കിട്ടിയിരുന്നു. ഇനിയും നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം. ഏകദേശം 6 മാസം മുന്നേ നടന്ന ഒരു സംഭവമാണ് ഈ ഗ്രാമത്തിലും അതുപോലെ വനത്തിലും ഉണ്ടായിരുന്ന ആളുകളുടെ ഭാവി തന്നെ മാറ്റിയത്, 5 പേരുടെ ജീവനെടുക്കുവാൻ കാരണമായത്. അതെങ്ങനെയെന്നല്ലേ? 6 മാസം മുമ്പെയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ തോമസൺ നല്ലമല വനത്തിലേക്ക് വരുന്നതും അവിടെ ക്യാമ്പ് ചെയ്തതും. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നല്ലൊരു വേട്ടയാടുക എന്നത് മാത്രമായിരുന്നു. ഇതിനു മുന്നേ വലിയ മൃഗങ്ങളെ ഒന്നും അദ്ദേഹം വേട്ടയാടിയിട്ടില്ല. മാനുകളെയും മുയലുകളെയും അതുപോലെ തന്നെ കാട്ടുപോത്തിനെയും അദ്ദേഹം വെടിവെച്ചിട്ടിട്ടുണ്ട്. ആ ഒരു പരിചയം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് കളക്ടറായിരുന്നിട്ടുള്ള ആർത്തർ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു വേട്ടക്കാരനാണ്. ഇതിനു മുന്നേ ധാരാളം മൃഗങ്ങളെ അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലെ മൃഗങ്ങളുടെ പേര് കേട്ടാൽ തന്നെ അദ്ദേഹം ആരായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്നത് ആഫ്രിക്കയിലായിരുന്നു. ആഫ്രിക്കൻ ആനകളെയും സിംഹങ്ങളെയും അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്തുന്ന സമയം അദ്ദേഹം ഒരു കടുവയെ കൂടി വേട്ടയാടി കൊന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല ഇത് ചെയ്തിരുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ ആനകളും സിംഹങ്ങളും ഈ കടുവയുമെല്ലാം മനുഷ്യനെ ഉപദ്രവിക്കുവാൻ നോക്കിയവർ തന്നെയാണ്. എന്നാൽ ഈ സംഘം നല്ലമലയിൽ ക്യാമ്പ് ചെയ്ത് ഏകദേശം 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആർത്തറിന് അവിടെ നിന്ന് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം വന്നു. എന്തോ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പങ്കെടുക്കുവാൻ വേണ്ടിയായിരുന്നു ആർത്തർ അവിടെ നിന്ന് പോയത്. ആർത്തർ തൻ്റെ വേട്ട അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോകുകയാണെന്ന് തോംസണോട് പറഞ്ഞിരുന്നു. ഇനിയും വരികയില്ലെന്നും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊള്ളുവാനും അദ്ദേഹം പറഞ്ഞു. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാഗുകളും മറ്റും പാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം മടങ്ങിപ്പോയി. ഇപ്പോൾ നല്ലമല വനത്തിലെ ക്യാമ്പിൽ അവശേഷിക്കുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ്. അതിൻ്റെ കൂടെ നമ്മൾ മുന്നേ പറഞ്ഞ ഗോത്രവർഗ്ഗത്തിൽ നിന്നുമുള്ള 2-3 ട്രാക്കർമാരുമുണ്ട്. പിറ്റേന്ന് രാവിലെ അവരൊരു നായാട്ടിന് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇപ്രാവശ്യം അവർ പോകുന്നത് അടുത്തുണ്ടായിരുന്ന ജലാശയത്തിൻ്റെ അരികിലേക്കാണ്. ആ ജലാശയത്തിൽ ധാരാളം മാനുകൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി രാവിലെ വരുമെന്ന വിവരം അവർക്ക് കിട്ടിയിരുന്നു. അതിന് പ്രകാരം രാവിലെ പോകുവാനും
കൊല്ലുവാനുമായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ നേരത്തെ തന്നെ അവർ കടന്നുറങ്ങി. ക്യാമ്പ് ശാന്തമായി. ക്യാമ്പിൻ്റെ ഒത്ത നടുക്കായി അവർ തീ കൂട്ടിയിട്ടിരുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, വന്യമൃഗങ്ങൾ അവരുടെ ക്യാമ്പിലേക്ക് കടന്നു വരാതിരിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ ഒരു കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നുമുണ്ട്. അദ്ദേഹം തീ അണയാതെ വിറക് കഷ്ണങ്ങൾ ഓരോന്നായി അത് പെറുക്കിയിട്ട് തീ ആളെ കത്തിച്ചുകൊണ്ടിരിക്കും. നേരം വെളുക്കുവോളം. നേരം പുലർന്നു കഴിയുമ്പോൾ അയാൾ കിടന്നുറങ്ങും, ഒരാൾ കാവൽ നിൽക്കും. അതായിരുന്നു ആ ക്യാമ്പിലെ പതിവ്. നേരം പുലർന്ന ഉടനെ തന്നെ തോംസൺ തൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് ട്രാക്കറേയും കൂട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞ ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് മൈലുകൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ജലാശയം വ്യക്തമായി തന്നെ കണ്ടു. ഇനിയും ഒളിച്ചിരിക്കുവാൻ പറ്റിയൊരു സ്ഥലം വേണം. അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ മുകളിലേക്ക് അയാൾ വലിഞ്ഞു കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു ശിഖരത്തിൻ്റെ മേൽ ഇരിപ്പുറപ്പിച്ചു. അതിനുശേഷം ട്രാക്കറോട് പറഞ്ഞു, ഇനി നിങ്ങൾ തിരികെ പൊക്കോളൂ, അല്ലെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മരത്തിലേക്ക് കയറിയിരിക്കൂ, താഴെ നിൽക്കണ്ട. വന്യമൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ സാന്നിധ്യം വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. കാറ്റിൻ്റെ ദിശ ഒന്ന് മാറിയാൽ മാത്രം മതി. അത് തോംസണ് കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ ഇവരുടെ എല്ലാം കണക്കുകൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ കടുവ തന്നെയായിരുന്നു. കടുവയായിരുന്നു അവിടേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി വന്നത്. ശരിക്കും തോംസൺ ഞെട്ടിപ്പോയി. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു കടുവയെ വെടിവെക്കുവാൻ വേണ്ടി പോകുന്നത്. കാട്ടിലെ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. വെടിവെച്ച് കഴിഞ്ഞാൽ അത് ചാവുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ തൻ്റെ മുന്നിൽ വന്ന സുവർണ അവസരം പാഴാക്കുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. കാരണം കടുവയെ കൊല്ലുന്നതിൻ്റെ സുഖത്തെപ്പറ്റി ആർത്തർ ഇതിനു മുന്നേ അയാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതൊരു വലിയ ട്രോഫിയാണെന്നും അയാൾക്ക് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു. തൻ്റെ താരതമ്യേന പവർ കുറഞ്ഞ ആ റൈഫിൽ കൊണ്ട് ആ കടുവയ്ക്ക് നേരെ ഉന്നം പിടിച്ചു. കാഞ്ചി വലിച്ചു. കാട് ഒന്ന് ഞെട്ടി വിറച്ചു, തരിച്ചു നിന്നുപോയി. പിന്നെ ഉയർന്നു കേട്ടത് കാടിനെ വിറപ്പിക്കുന്ന കടുവയുടെ ഉഗ്രമായ ഗർജനമാണ്. ആ ഗർജനത്തിൽ പകയും വേദനയും ഇടകലർന്ന് ചേർന്നിരുന്നു. അതോടുകൂടി ആ കടുവ അവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന ഒരു വലിയ വനത്തിലേക്ക് കയറി ഒളിച്ചു. അത് പോകുന്നത് വരെയും അത് അവിടെ നിന്നും മറയുന്നത് വരെയും അതിൻ്റെ ശബ്ദം അങ്ങനെ മുഴങ്ങി കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. ഇത് കണ്ടതും ശരിക്കും കൂടെ ഉണ്ടായിരുന്ന ആ ഗോത്രവർഗ്ഗക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇനിയും തങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത് വലിയൊരു വിപത്താണെന്ന് അയാൾ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വളരെ വേഗം തന്നെ തോംസൺ താഴേക്കിറങ്ങി. കൂടെ ഉണ്ടായിരുന്ന ആ ട്രാക്കർ അദ്ദേഹത്തെ തടഞ്ഞു. അതിന് പുറകെ പോകണ്ട എന്ന് വാൺ ചെയ്തു. കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നോവിച്ച് വിട്ടിരിക്കുന്നത് ഒരു കടുവയാണ്. ഇനിയും അതിൻ്റെ പിന്നാലെ പോകുന്നത് അപകടമാണ്. നിങ്ങളുടെ ഷോട്ട് അതിമാരകമായി അതിനെ ഏറ്റില്ല എങ്കിൽ അതിൻ്റെ വിഹിതനയ്ക്ക് ഉറപ്പായും അത് പകരം വീട്ടും. നമുക്കിനിയും എത്രയും വേഗം ഇവിടെ നിന്നും സെറ്റിൽമെൻറ്റിലേക്ക് പോകാം. ഇതായിരുന്നു ആ ട്രാക്കർ അയാൾക്ക് കൊടുത്ത നിർദ്ദേശം. ആ ട്രാക്കർ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ചെഞ്ചയ്യ തന്നെയായിരുന്നു. വെടിയേറ്റത് കടുവയുടെ മുൻകാലുകളിലായിരുന്നു. മാംസവും അസ്ഥിയും തകർന്ന കടുവ തൻ്റെ സ്വതസിദ്ധമായ ശേഷി കൊണ്ട് മൃഗങ്ങളെ വേട്ടയാടുവാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി. ഇതിനു മുന്നേ കാട് ഭരിച്ചിരുന്ന ഒരു രാജാവ് തന്നെയായിരുന്നു ആ കടുവ. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? സംശയിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ പെരുമ്പാമ്പിനെയും കാട്ടിയെയും കാട്ടുപോത്തിനെയും മാനുകളെയും എല്ലാം വേട്ടയാടിയിരുന്ന ആ കാടടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവ് തന്നെയായിരുന്നു ആ കടുവ. തൻ്റെ ടെറിട്ടറി കാത്തു സൂക്ഷിച്ചിരുന്ന ആ കടുവയ്ക്ക് തൻ്റെ സ്വന്തം ടെറിട്ടറി ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ വരെ എത്തി. കാരണം അതിന് ഒരു മൃഗത്തെയും വേട്ടയാടുവാൻ സാധിക്കാതെയായി. കൊച്ചു മൊയിലുകളെയും അല്ലെങ്കിൽ പക്ഷികളെയും മറ്റ് ജീവികളെയും എല്ലാം പിടിച്ച് തിന്നുകൊണ്ട് അതിൻ്റെ വിശപ്പ് അടക്കേണ്ടതിൻ്റെ അവസ്ഥ വന്നു. വിശപ്പ് പൂർണ്ണമായും പോയിരുന്നില്ല. മാനുകളെയോ കാണ്ടാമൃഗത്തെയോ അതിൻ്റെ ഒടിഞ്ഞ കാലുകൊണ്ട് വേട്ടയാടുവാനും സാധിക്കാത്ത അവസ്ഥ വന്നു. പട്ടിണിയിൽ വിശപ്പിലും നട്ടം തിരിഞ്ഞ കടുവ എന്ത് ചെയ്യണമെന്നറിയാതെ ആ വനമാകെ അലറി വിളിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 മാസങ്ങൾക്കപ്പുറം ചെഞ്ചയ്യ ആ കടുവയുടെ കെണിയിൽ അകപ്പെടുന്നത്. വിശന്ന് വലഞ്ഞിരുന്ന ആ കടുവയ്ക്ക് മനുഷ്യനെ ഇരയാക്കേണ്ടതിൻ്റെ അവസ്ഥയെത്തി. മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി ശരിക്കും അന്നായിരിക്കണം ആ കടുവ ശരിക്കും അറിഞ്ഞത്. അതോടുകൂടി അവനൊരു കാര്യം മനസ്സിലായി, തനിക്ക് മനുഷ്യനെയും ഭക്ഷിക്കാൻ കഴിയുമെന്ന്. തൻ്റെ മെനുവിലേക്ക് മനുഷ്യൻ്റെ പേരും കൂടി അവൻ എഴുതി ചേർത്തു.
അവൻ ഇന്നോളം വേട്ടയാടിയതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിലും പ്രയാസവുമില്ലാതെയും കിട്ടുന്ന ഏക ജീവി അത് മനുഷ്യൻ തന്നെയാണ്. ഒന്ന് പ്രതികരിക്കുവാൻ പോലും കഴിയാതെ, ഒന്ന് ഓടുവാൻ പോലും കഴിയാതെ ഒരു മുയൽ എങ്ങനെയാണോ കീഴടങ്ങുന്നത്, അതുപോലെ തന്നെയാണ് കടുവയ്ക്ക് മുന്നിൽ ആ മനുഷ്യൻ അന്ന് കീഴടങ്ങിയത്. അതോടുകൂടി തൻ്റെ വിശപ്പടക്കുവാൻ ഏക വഴി ഇനി മനുഷ്യനും അവൻ വളർത്തുന്ന മൃഗങ്ങളുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതോടുകൂടി അവൻ്റെ ടെറിട്ടറി ആ വനത്തിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾക്കടുത്തേക്ക് അവൻ മാറ്റി. ആദ്യ മനുഷ്യവേട്ടയ്ക്ക് ശേഷം അവൻ തുടരെ മനുഷ്യരെ ആക്രമിച്ചിരുന്നില്ല. അവൻ പതിയിരുന്ന് അവസരം കിട്ടുമ്പോൾ മാത്രം മനുഷ്യരെ ആക്രമിച്ചു. അല്ലാത്തപ്പോൾ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളെ മാത്രമായിരുന്നു അവൻ ലക്ഷ്യം വെച്ചിരുന്നത്. എങ്കിലും ആ കടുവയ്ക്ക് ഒരു കാര്യം വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. മനുഷ്യൻ്റെ മാംസത്തിനാണ് മറ്റ് മൃഗങ്ങളുടെ മാംസത്തിനേക്കാൾ രുചി കൂടുതൽ. ചെഞ്ചയ്യ വനത്തിനുള്ളിലേക്ക് തേൻ ശേഖരിക്കുവാൻ വേണ്ടി പോയിട്ട് ഇന്ന് 3-4 ദിവസമായിരിക്കുന്നു. ഇതുവരെയും അദ്ദേഹം ആദിവാസി ഊരിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ആളുകൾ തിരക്കി പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല. എന്നിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ എവിടേക്കാണ് തേൻ ശേഖരിക്കുവാൻ പോയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതിനു മുന്നേയും ഇങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ദിവസത്തിനപ്പുറം നീളില്ല. 2 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം സാധാരണഗതിയിൽ തിരിച്ച് ഊരിലേക്ക് എത്തുന്നതാണ്. എന്നാൽ ഇപ്പോൾ 4-5 ദിവസമായിരിക്കുന്നു. ഇത്രയും നേരമായിട്ടും ചെഞ്ചയ്യ ഇതുവരെയും ഊരിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആളുകൾ 4 പാടും അദ്ദേഹത്തെ തിരക്കിപ്പോയെങ്കിലും അദ്ദേഹം എവിടെയാണ് പോയിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു പക്ഷേ തേൻ ശേഖരിക്കുവാൻ വേണ്ടി മരത്തിൽ കയറിയപ്പോൾ എവിടെയെങ്കിലും കാല് വഴുതി വീണതായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപത്തിൽപ്പെട്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. ഇതൊന്നുമല്ല എങ്കിൽ അദ്ദേഹം എന്നെങ്കിലും ഇവിടേക്ക് മടങ്ങിയെത്തിയേക്കാം. ഇതെല്ലാമായിരുന്നു അവിടുത്തെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം. എന്നാൽ ആർക്കും ഇതിന് പിന്നിൽ ഒരു കടുവയായിരിക്കും എന്നതിൽ സംശയമൊന്നും ഉണ്ടായില്ല. കാരണം അദ്ദേഹം മരിച്ചിരിക്കുന്നത് ഉൾക്കാടിനുള്ളിലാണ്. അവിടേക്ക് അങ്ങനെ ആരും പോകാറില്ല. അങ്ങനെ ചെഞ്ചയ്യെ കാണാതായി ഏകദേശം 1 മാസങ്ങൾക്കപ്പുറം മറ്റൊരു സംഭവം കൂടി അവിടെ അവരുടെ ആദിവാസി ഊരിൽ ഉണ്ടാകുകയാണ്. ആദിവാസി ഊരിലെ ഗുരുപ്പ എന്നൊരു ആദിവാസിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അയാളൊരു മരം വെട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഊരിൽ നിന്നും അധിക ദൂരമല്ലാതെ നിന്നും ഒരു മരം മുറിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ കടുവ പുറയിൽ നിന്നും ആക്രമിച്ചത്. അദ്ദേഹത്തിന് നിലവിളി കേട്ട് അവിടേക്ക് ആളുകൾ ഓടിയെത്തിയപ്പോൾ അവർ കൃത്യമായി തന്നെ കണ്ടു നിലത്തിട്ട് ആ കടുവ അയാളെ വലിച്ചു കൊണ്ടുപോകുന്നത്. ആളുകൾ ഒച്ചയിട്ട് ബഹളം വെച്ച് കയ്യിലിരുന്ന കമ്പുകളും കോടാലികളും അതിന് നേരെ വലിച്ചെറിഞ്ഞപ്പോൾ മാത്രമാണ് ശരീരം അവിടെ ഉപേക്ഷിച്ച് ആ കടുവ വനത്തിൻ്റെ ഉള്ളിലേക്ക് അപ്രത്യക്ഷമായത്. അപ്പോഴേക്കും അയാളുടെ ജീവൻ പോയിരുന്നു. നെഞ്ചും കഴുത്തുമെല്ലാം ആന്തി പൊളിച്ച് വെച്ചിരിക്കുകയാണ്. രക്തം ധാരാളമായി ഒഴുകുന്നുണ്ട്. അതോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി. തങ്ങളുടെ ഊരിനെ ചുറ്റിപ്പറ്റി ഒരു കടുവ, അതും നരഭോജിയായ ഒരു കടുവ വന്നിരിക്കുന്നുവെന്ന്. അതോടെ ആദ്യത്തേതും ഒരു കൊലപാതകമാണെന്നും അതും ഈ കടുവ പിടിച്ചുകൊണ്ടു പോയതാണെന്നും അവിടുത്തെ ആളുകൾ ഒരു നിഗമനത്തിലെത്തി. അങ്ങനെ അവിടുത്തെ ആളുകൾ പറഞ്ഞ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെയായിരിക്കില്ല ഒരു പക്ഷേ ആ കടുവ അയാളെ കൊന്നിരിക്കുക. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതുവഴി കടന്നുപോയ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ കണ്ടിരുന്നു. അവിടെ കിടന്ന കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഈ മുള കൊണ്ട് നിർമ്മിച്ച തേൻ ശേഖരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ അതും, പിന്നെ ആ മരത്തിൽ വീണ മാന്തിയ പാടും ഉണങ്ങിപ്പിടിച്ച രക്തക്കറയും എല്ലാം അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം മെനഞ്ഞെടുത്ത ഒരു കഥ കൂടിയായിരിക്കാം ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. അതായത് സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് മെനഞ്ഞെടുത്ത ഒരു കഥ. നമ്മളിപ്പോൾ പറഞ്ഞ 2ാമത്തെ സംഭവമില്ലേ, ആ 2ാമത്തെ സംഭവം നടന്നതിന് ശേഷം ആ കടുവ പിന്നീട് ഈ ആദിവാസി ഊരിൽ വന്നിട്ടില്ല. ആദിവാസി ഊരിലെ ആളുകളെ ഭയപ്പെടുത്തിയിട്ടുമില്ല, അവിടുത്തെ ആളുകളെ ആക്രമിച്ചിട്ടുമില്ല. ആ കടുവ അവിടെ നിന്നും പലായനം ചെയ്ത് മറ്റെവിടേക്കോ പോയി. അത് എവിടേക്കാണെന്നല്ലേ, നല്ലമല വനത്തോട് ചേർന്ന് നിൽക്കുന്ന പെരുവെള്ളം എന്ന ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ അരികിലേക്കായിരുന്നു ആ കടുവ പിന്നീട് പോയത്. അവിടെ ധാരാളം വളർത്തുമൃഗങ്ങളും ഇതിൽ കൂടുതൽ മനുഷ്യരും അവിടെ ആ കടുവ കണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഗ്രാമത്തിൻ്റെ സമീപത്ത് ആ കടുവ തമ്പടിച്ചു. ആദ്യകാലങ്ങളിൽ അത് വേട്ടയാടിയത് മനുഷ്യരെ ആയിരുന്നില്ല, അവിടുത്തെ വളർത്തുമൃഗങ്ങളെയായിരുന്നു. ആടിനെയും പശുവിനെയും തെരുവ് നായയൊക്കെ ആ കടുവ പതിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ തുടങ്ങി. ഗ്രാമത്തിൻ്റെ വിജനമായ വീഥികളിൽ കണ്ട കടുവയുടെ കാൽപ്പാടുകൾ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്കുള്ളിൽ ഭയം വിതറിയിരുന്നു.
എങ്കിലും മനുഷ്യരെ ആക്രമിക്കാത്തത് കൊണ്ട് ഇതൊരു കന്നുകാലി കുടിയനായ കടുവയാണെന്ന് രീതിയിലായിരുന്നു ആദ്യകാലങ്ങളിൽ അവിടുത്തെ ആളുകൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പോകെ പോകെ അവരുടെ കാഴ്ചപ്പാടുകൾ മാറുകയായിരുന്നു. വിജനമായ ഗ്രാമത്തിൻ്റെ വീതികളിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പിന്നീട് ഗ്രാമത്തിലെ ഓരോ കുടിലിൻ്റെയും അരികിലായി കാണുവാൻ തുടങ്ങി. അതോടെ അവിടുത്തെ ആളുകൾക്കുള്ളിൽ ഭയം ഏറി വന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് അധികം വൈകാതെ ആ കടുവയുടെ ആദ്യ ആക്രമണം ആ ഗ്രാമത്തിൽ അരങ്ങേറുന്നത്. അതായത് നരഭോജിയായ കടുവ ഒരു മനുഷ്യനെ കൂടി ആ ഗ്രാമത്തിൽ നിന്നും പിടികൂടി. ഒരു സ്ത്രീ ആയിരുന്നു ആദ്യ ഇരയായിത്തീർന്നത്, അതായത് ഗ്രാമത്തിലെ ആദ്യത്തെ ഇരയായിത്തീർന്നത്. ഗ്രാമത്തിലെ അവരുടെ വീടിന് പിന്നിൽ വിശാലമായി പന്തലിച്ച് കിടക്കുന്ന ആ നല്ലമല വനമാണുള്ളത്. ഗ്രാമത്തിനും നല്ലവന വനത്തിനും ഇടയിൽ ഒരു വിശാലമായ ഒരു ഭൂമിയുണ്ട്. അതിൽ നിറയെ കാട് കയറി കിടക്കുകയാണ്. അവരുടെ വീടിന് പിന്നിൽ അവർ തുണികൾ ഉണക്കുവാനിട്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അതെടുക്കുവാൻ വേണ്ടി പോയതായിരുന്നു അവർ. അങ്ങനെ തുണി എടുത്തുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്നും ഉയർന്നു കേട്ടത് അവരുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ്. നിലവിളി കേട്ടുകൊണ്ട് ആളുകൾ അവിടേക്ക് ഓടിച്ചെന്നു. കാര്യം എന്താണെന്നറിയണ്ടേ? അതിനുവേണ്ടി കണ്ട കാഴ്ച കടുവയുടെ വായിൽ കിടന്ന് പിടയുന്ന അവരെയാണ്. കഴുത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ട് മുടന്തി ആ കടുവ അവരെ വലിച്ചുകൊണ്ട് വനത്തിലേക്ക് പുറപ്പെട്ടു പോകുവാനുള്ള പദ്ധതിയായിരുന്നു. എന്നാൽ ആളുകൾ അവിടേക്ക് ഓടിച്ചെന്നപ്പോഴേക്കും കടുവ അവരെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് ഓടിമറഞ്ഞു. ചോര വാർന്നൊലിച്ച് അവിടെ കടന്ന അവരുടെ അരികിലേക്ക് ആളുകൾ ഓടിച്ചെന്നു. അവരെ എടുത്തുകൊണ്ട് വൈദ്യൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. രക്തം വാർന്ന് അവരുടെ ജീവനും നഷ്ടപ്പെട്ടു. ഈ സംഭവത്തോടു കൂടി ഒരു കാര്യം അവർക്ക് മനസ്സിലായി. നമ്മൾ കന്നുകാലി പിടിയനെന്ന് കരുതിയിരുന്ന കടുവ കന്നുകാലി പിടിയനല്ല, അതൊരു നരഭോജിയായ കടുവയാണ്. മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അവൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തക്കം കിട്ടിയപ്പോൾ അവൻ ഗ്രാമത്തെ ആക്രമിച്ചത്. അതോടുകൂടി ഗ്രാമത്തിലെ ആളുകൾ പുറത്തിറങ്ങാതെയായി. മാക്സിമം അവർ വീടുകൾക്കുള്ളിൽ തന്നെ തങ്ങുവാൻ ശ്രമിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സംഭവമൊന്നും അറിയാതെ അടുത്തുള്ള പട്ടണത്തിൽ പോയി മടങ്ങി വരുന്ന 2 പേരെ കടുവ ആക്രമിക്കുന്നത്. ഈ സ്ത്രീയെ ആക്രമിച്ചു കൊന്ന് കൃത്യമായി 3 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ പട്ടണത്തിൽ പോയ അവർക്കറിയില്ലായിരുന്നു ഈ ഗ്രാമത്തിൽ നരഭോജിയായി തീർന്നിരുന്ന ഒരു കടുവയുടെ ആക്രമണമുണ്ട് എന്ന്. മടങ്ങിയെത്തുന്ന വഴി സന്ധ്യയായിരുന്നു. ഇതിനു മുന്നേയും ഈ സമയങ്ങളിൽ അവർ ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അവർ വന്നത് ഏറെ വൈകിയാണെന്ന് മാത്രം. അങ്ങനെ വനപാതയിലൂടെ അവരുടെ കൈവശമുണ്ടായിരുന്ന ടോർച്ച് കത്തിച്ചു വെച്ചുകൊണ്ട് അവർ നടന്നു വരികയാണ്. അടുത്തുണ്ടായിരുന്ന പട്ടണത്തിലേക്ക് കച്ചവടത്തിന് പോയിരുന്നവരായിരുന്നു അവർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ തീർന്നു കഴിയുമ്പോൾ അവർ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരികെ ഗ്രാമത്തിലേക്ക് വരും. 2 പേരും സഹോദരങ്ങളാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഗ്രാമത്തോട് അടുത്തെത്താറായപ്പോഴേക്കും അവരുടെ പിന്നിൽ നിന്നും അവർ ഉഗ്രമായ ഒരു ഗർജനം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഒരാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റാളെ ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി. ചാടി വീണതും കഴുത്തിൽ തന്നെയാണ് അതിൻ്റെ പല്ലുകൾ ഇറങ്ങിയത്. അവിടെ വീണ് അവൻ മരിച്ചു. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടോർച്ച് കൊണ്ട് ആ കടുവയുടെ തലയിലേക്ക് അയാൾ അടിച്ചു. കടുവയുടെ ഒറ്റയടിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ദൂരേക്ക് തെറിച്ചു വീണു. നെഞ്ചുഭാഗത്തേക്കാണ് ആ കടുവ അയാളെ അടിച്ചത്. കൊന്നിട്ട ആളെ വലിച്ചെടുത്തുകൊണ്ട് കടുവ വനത്തിനുള്ളിലേക്ക് മറിഞ്ഞു. നേരം പുലർന്ന് അതുവഴി പോയവരാണ് ഗ്രാമത്തിന് സമീപത്ത് അബോധാവസ്ഥയിൽ രക്തം വാർന്നു കിടക്കുന്ന 2ാമത്തെ ആളെ കണ്ടത്. അവിടേക്ക് ഗ്രാമത്തിലെ ആളുകൾ എത്തുകയും അയാളെ എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി വൈദ്യസഹായം നൽകിയപ്പോഴേക്കും അയാളും മരിച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇതുവരെ കൊന്നവരിൽ പലരെയും കടുവ കടിച്ചു കീറിയല്ല കൊന്നത്. കടുവ കൊന്നവരെ കൃത്യമായ സ്ഥലത്ത് ആക്രമിച്ച് രക്തം വാർന്നു തന്നെയാണ് അവർ മരിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ കടുവയ്ക്ക് ഒരാളെ കൊല്ലുക എന്നത് കൃത്യമായി അറിയാം എന്ന് തന്നെയാണ്. ഇതോടുകൂടി കാര്യത്തിൻ്റെ സ്ഥിതിഗതികൾ മാറി. ആളുകൾ കൂട്ടമായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകുകയും ധർണ നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ വിവരം ക്യാപ്റ്റൻ തോംസൺ അറിഞ്ഞു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, അതായത് ഈ കടുവ നരഭോജിയായി തീരാൻ കാരണക്കാരനായിരുന്ന ആ ബ്രിട്ടീഷുകാരനെ പറ്റി. അയാൾക്ക് ഈ വിവരം കിട്ടി. തൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം കാരണം ഇപ്പോൾ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. കുറ്റബോധം അയാളെ നല്ല പോലെ വേട്ടയാടി. പിന്നെ ഒട്ടും അയാൾ ആലോചിച്ചു നിന്നില്ല. ഈ വിവരം അയാൾ അറിയിച്ചത് കളക്ടറായിരുന്ന ആർത്തറയാണ്.
എന്നാൽ ആർത്തറിന് ഇവിടേക്ക് വരുവാനോ ഈ കടുവയെ വേട്ടയാടുവാനോ അപ്പോൾ സാഹചര്യങ്ങൾ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. തോംസൺ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവിടുത്തെ ആളുകളെ രക്ഷിക്കണം. എൻ്റെ കയ്യിൽ നിന്നുമുണ്ടായ ഒരു അബദ്ധം കാരണമാണ് അവിടെ ഇത്രയും വലിയ വിപത്തുണ്ടായിരിക്കുന്നത്. ഒരു രാക്ഷസൻ അവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും കൊന്നേ മതിയാവുകയുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആർത്തറിൻ്റെ മനസ്സിലേക്ക് അയാളുടെ പേര് എത്തിയത്. നമ്മൾ പറഞ്ഞില്ലേ, ആർത്തർ ഇവിടെ എത്തിയപ്പോൾ ഒരു കടുവയെ കൊന്നു എന്ന്. ആ കടുവയെ കൊല്ലുവാൻ സഹായിച്ച ഒരാളുടെ പേര്, അയാളുടെ പേര് മാണിക്യപ്രസാദ് എന്നായിരുന്നു. അദ്ദേഹത്തിന് അയാൾ കത്തെഴുതി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്നും സഹായിക്കണമെന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. തനിക്ക് ജോലിപരമായി ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പോകുവാനോ ആ നരഭോജിയായ കടുവയെ കൊല്ലുവാനോ ഇപ്പോൾ കഴിയില്ല. അതുകൊണ്ട് താങ്കൾ ഇവിടെ വരികയും ആ കടുവയെ കൊല്ലുകയും ചെയ്യണമെന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ആ കടുവ ഇപ്പോൾ തന്നെ ഏകദേശം 5 പേരെ കൊലപ്പെടുത്തി. ഇങ്ങനെ വിടുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ആ കടുവ ഇനിയും എത്ര പേരുടെ ജീവൻ എടുക്കുമെന്ന് അറിയില്ല. ഇത്രയും വിവരങ്ങളായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. കത്തുമായി അദ്ദേഹത്തെ കാണാൻ പോയത് വേറെ ആരും ആയിരുന്നില്ല, തോംസൺ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ആ കടുവയെ കൊല്ലേണ്ടതിൻ്റെ ഉത്തരവാദിത്തം തോംസൻ്റെ മാത്രമായിരുന്നു. അധികം വൈകാതെ തന്നെ മാണിക്യപ്രസാദിനെ കാണുകയും ആർത്തർ കൊടുത്ത കത്ത് നൽകുകയും ചെയ്തു. അതിൻ്റെ കൂടെ ആ കടുവ എങ്ങനെയാണ് നരഭോജിയായി തീർന്നതെന്നും തോംസൺ അദ്ദേഹത്തോട് പറഞ്ഞു. അത് പറയുമ്പോൾ അയാളുടെ തല കുനിഞ്ഞു നിന്നിരുന്നു. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം മാണിക്യപ്രസാദിൻ്റെ കണ്ണു പോയത് തൻ്റെ ഭിത്തിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ആ റൈഫിളിലേക്കായിരുന്നു. ഇനിയും ആരാണ് മാണിക്യപ്രസാദ് എന്നും അദ്ദേഹം എങ്ങനെയാണ് ഒരു വേട്ടക്കാരനായി തീർന്നതെന്നും ആ തോക്ക്, അതായത് ആ റൈഫിൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നും നമുക്ക് നോക്കാം. അതിനുശേഷം ഈ കഥയിലേക്ക് മടങ്ങാം. 2 ആഴ്ചയായി ഒരു കടുവ ഗ്രാമത്തിലെ ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അന്ന് രാത്രിയിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നിട്ടും ഗ്രാമത്തിലെ ഒരാൾ പറഞ്ഞത് പ്രകാരം അയാൾ അവിടെ നിന്നും തൻ്റെ റൈഫിളെടുത്ത് യാത്ര തിരിച്ചു. രാത്രിയാണ്, നല്ല മഴയാണ്, അപകടമേറെയാണ്, തൻ്റെ ജീവൻ പോലും ഒരുപക്ഷെ പോയേക്കാം. ഇതെല്ലാം മനസ്സിലാക്കിയും തിരുപ്പതയ്യ തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാർട്ടിൻ ഹെൻറി റൈഫിലും എടുത്തുകൊണ്ട് ആ രാത്രിയിൽ തൻ്റെ മകനോട് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങി ആ കടുവ വേട്ടയ്ക്ക് വേണ്ടി. താൻ തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിയത് വീട്ടിൽ നിന്നും. എന്നാൽ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ജീവനറ്റ അദ്ദേഹത്തിൻ്റെ ശരീരമായിരുന്നു. രക്തത്തിൽ കുളിച്ച് മാറോട് ചേർത്ത് വെച്ച അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട റൈഫിലുമായിട്ടായിരുന്നു അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കൈ അതിൻ്റെ കാഞ്ചിയിലും പിടിയിലും മുറുക്കെ പിടിച്ചിരുന്നു. ജീവൻ പോകുമ്പോൾ പോലും തൻ്റെ തോക്ക് കൈവിടുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. മാണിക്യപ്രസാദിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു. എന്താണ് ഉണ്ടായതെന്ന് കൂടെ പോയിരുന്ന സീതാരാമയ്യയോട് ചോദിച്ചു. സീതാരാമയ്യയാണ് തലേന്ന് രാത്രിയിൽ ഉണ്ടായ കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞത്. തലേന്ന് രാത്രിയിൽ നല്ല മഴയായിരുന്നു. ഒരു നരഭോജിയായ കടുവയുടെ പിന്നാലെ പോകുന്നത് അപകടമാണെന്ന് ഒരുപാട് പെട്ടം സീതാരാമയ്യ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയെങ്കിലും ഈ കാട് ചതിക്കില്ലെന്നും നമുക്കതിനെ കൊല്ലാൻ സാധിക്കുമെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞ ആ കടുവ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ വനത്തിലേക്ക് അവർ ഇരുവരും പ്രവേശിച്ചു. കുറച്ചു ദൂരം ആ മഴയത്ത് ആ വനത്തിലൂടെ നടന്നപ്പോൾ ഞങ്ങൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല ഞങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആ കടുവ വരുന്നുണ്ട് എന്ന്. നല്ല മഴയായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ കടുവ ഞങ്ങളെ പിന്തുടരുന്ന കാര്യം ഞങ്ങൾ കേട്ടതുമില്ല, ശബ്ദമൊന്നും ഉണ്ടായതുമില്ല. കൊടുങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ആ കടുവ കുതിച്ചു ചാടിയത് എനിക്ക് നേരെയായിരുന്നു. ഈ വേട്ടക്കാർക്ക് സിക്സ്ത് സെൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു അദ്ദേഹം എന്നെ പിടിച്ച് ദൂരേക്ക് തെള്ളി മാറ്റിയത്. ഞാൻ ദൂരേക്ക് മറിഞ്ഞു വീഴുകയും കടുവയും തിരുപ്പയും മുഖാമുഖം വരികയും ചെയ്തു. അദ്ദേഹത്തിന് റൈഫിളെടുത്ത് അതിന് നേരെ ചൂണ്ടുന്നതിന് മുന്നേ തന്നെ കടുവ ഒന്നുകൂടി കുതിച്ച് അദ്ദേഹത്തിന് നേരെ ചാടിയിരുന്നു. കാലിലും നെഞ്ചിലും ആ കടുവയുടെ നഖങ്ങൾ ആഴത്തിലിറങ്ങി. അദ്ദേഹം നിലവിളിച്ചില്ല. തൻ്റെ തോക്കിൻ്റെ പാത്തി കൊണ്ട് ആ കടുവ ഇടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റൈഫിൾ ഒന്ന് ശബ്ദിച്ചു. കടുവ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് വീഴുകയും ചെയ്തു. ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഏന്തി വലിഞ്ഞ് അവിടേക്ക് ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കടുവയ്ക്ക് അനക്കമില്ല. കടുവയുടെ അടിയിലായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. ഞാൻ എങ്ങനെയോ ആ ഭാരമേറിയ കടുവയുടെ അടിയിൽ നിന്നും അദ്ദേഹത്തെ വലിച്ചെടുത്തു.
അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം ആ റൈഫിലുണ്ടായിരുന്നു. തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. കഴുത്തിൽ നിന്നും നെഞ്ചിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നുമെല്ലാം രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തിരുപ്പ ആ കടുവയെ വെടിവെക്കുന്നതിനും തൊട്ടു മുന്നേ തന്നെ ആ കടുവയുടെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ആഴമേറിയ ഒരു മുറിപ്പാട് അവൻ സമ്മാനിച്ചു. ആ മുറിപ്പാടിലൂടെ രക്തം വാർന്നാണ് അദ്ദേഹം മരിച്ചത്. അയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ആ കടുവയുടെ അടിയിൽ നിന്നും വലിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. തിരുപ്പ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഓരോ വാക്ക് പറയാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്നും അണ പൊട്ടിയ പോലെ രക്തം പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയായിരുന്നു. അവസാനം അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു. മാണിക്യപ്രസാദ് തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറോട് ചേർത്ത് വെച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ റൈഫിലുണ്ടല്ലോ, തൻ്റെ അച്ഛൻ്റെ മരവിച്ച കയ്യിൽ നിന്നും പിടിപിടിപ്പിച്ച് അദ്ദേഹം തൻ്റെ കയ്യിലേക്കെടുത്തു. രക്തത്തിൽ കുതിർന്ന അവസ്ഥയിലായിരുന്നു ആ റൈഫിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ അദ്ദേഹം ഓർത്തു. തൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിരപരാധിയായ മൃഗങ്ങളെ ഞാൻ ഈ റൈഫിൾ ഉപയോഗിച്ച് ഇതുവരെയും വെടിവെച്ച് കൊന്നിട്ടില്ല. മനുഷ്യർക്ക് നേരെ ആപത്ത് വിതയ്ക്കുന്ന, അല്ലെങ്കിൽ നരഭോജികളായി തീരുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന മൃഗങ്ങളെ മാത്രമാണ് ഈ റൈഫിൾ വെച്ച് വെടിവെച്ച് കൊന്നിട്ടുള്ളൂ എന്ന്. നീയും എൻ്റെ കാലശേഷം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നും അദ്ദേഹം മുൻകൂട്ടി നേരത്തെ പറഞ്ഞിരുന്നു. തിരുപ്പയുടെ കയ്യിൽ ഈ മാർട്ടിൻ ഹെൻറി എന്ന് പറയുന്ന ഈ റൈഫിൾ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? ഒരു സാധാരണ ഒരു വേട്ടക്കാരൻ്റെ കയ്യിൽ ഇത്രയും അമൂല്യവും ഇത്രയും വിലപിടിപ്പുമുള്ള ഈ റൈഫിൾ എങ്ങനെയാണ് അക്കാലത്ത് എത്തിയതെന്ന് അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ? ആ കഥ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. തിരുപ്പുതയ്യ എന്നൊരു വേട്ടക്കാരൻ പണ്ടുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ. അദ്ദേഹം പണ്ടത്തെ രാജാക്കന്മാരുടെ വിശ്വസ്തനായ ഒരു വേട്ടക്കാരൻ മാത്രമായിരുന്നില്ല. കാടിനെക്കുറിച്ച് അറിയാവുന്നതും കാടിൻ്റെ നിയമങ്ങൾ അറിയാവുന്നതും മൃഗങ്ങളെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. രാജാക്കന്മാരുടെ കൂടെ മാത്രമായിരുന്നില്ല അയാൾ വനത്തിലേക്ക് നായാടാൻ സഹായിക്കുവാൻ വേണ്ടി പോയിരുന്നത്. ബ്രിട്ടീഷുകാർക്കൊപ്പവും അദ്ദേഹം പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് സമ്മാനമായി ഒരു റൈഫിൾ കിട്ടുകയുണ്ടായി. ആ റൈഫിളിൻ്റെ പേര് മാർട്ടിൻ ഹെൻറി എന്നാണ്. .755 മാർട്ടിൻ ഹെൻറി. അതെ, അന്നത്തെ വലിയ രാജാക്കന്മാരുടെ കയ്യിൽ പോലും അപൂർവമായി മാത്രമായിരുന്നു ഈ റൈഫിൾ ഉണ്ടായിരുന്നത്. ഇതൊരു ബ്രിട്ടീഷ് നിർമ്മിത റൈഫിളാണ്. അതിമാരകമായ ഒരു റൈഫിൾ കൂടിയാണ്. ഇത് അദ്ദേഹത്തിന് കിട്ടിയതിന് പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. ആ കഥ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു ജനറൽ അവിടേക്ക് എത്തി. നല്ലമല കാടുകളിലേക്ക് നായാടാൻ പോകുവാൻ വേണ്ടി. അദ്ദേഹത്തിന് നായാട്ടെന്നത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കലയാണ്. ആഫ്രിക്കയിലുള്ളപ്പോഴും അദ്ദേഹം ധാരാളം മൃഗങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലമല കാടുകളിലേക്ക് കയറി ആനകളെ വേട്ടയാടുവാൻ വേണ്ടിയായിരുന്നു അന്ന് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പദ്ധതിയിട്ടത്. അതിന് അദ്ദേഹത്തിനൊരു സഹായിയെ വേണമായിരുന്നു. വിശ്വസ്തനും കാടിനെപ്പറ്റി നല്ലപോലെ അറിയാവുന്നതുമായ ഒരു സഹായിയെ. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അവിടെയുള്ള ഒരു രാജാവ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ തിരുപ്പതയ്യയെ അയാൾ ക്ഷണിച്ചു. രാജാക്കന്മാർ മാത്രമല്ല, അവിടെയുള്ള മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും ഇദ്ദേഹത്തെപ്പറ്റി നല്ല മതിപ്പായിരുന്നു. അവരും വനത്തിലേക്ക് നായാടാൻ പോകുമ്പോൾ ഇദ്ദേഹത്തെയാണ് ഒപ്പം കൊണ്ടുപോകുന്നത്. എല്ലാ സഹായം ചെയ്യുമെന്ന് മാത്രമല്ല, കൃത്യമായി ഷോട്ട് ഉതിർക്കുവാനും അദ്ദേഹത്തിന് അറിയാം. മൃഗങ്ങളുടെ കാൽപ്പാടും ഗന്ധവും വെച്ച് അവ എവിടേക്കാണ് പോയിരിക്കുന്നത്, എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ എവിടെ കാണും എന്നെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇയാളെ ഒപ്പം കൂട്ടിയത്. അങ്ങനെ അവരിരുവരും വനത്തിലേക്ക് കടുവയോ അല്ലെങ്കിൽ പുലിയോ അല്ലെങ്കിൽ ആനയോ ഏതെങ്കിലും ഒരു മൃഗത്തെ വെടിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കയറിയത്. എങ്കിലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ ഒരു കൊമ്പനെ തന്നെ വീഴ്ത്തണം എന്നായിരുന്നു ആഗ്രഹം അയാളോട് തുറന്നു പറയുകയും ചെയ്തു തിരുപ്പതയ്യയ്ക്ക്. അതുകൊണ്ട് തന്നെ ആനകളുള്ള സ്ഥലം അദ്ദേഹത്തിന് നല്ല പോലെ അറിയാമായിരുന്നു. ആനകളുടെ കാൽപ്പാടുകളും പിണ്ടത്തിൻ്റെ കിടപ്പും മണവും അതിൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി എത്ര ദൂരം പോയിരിക്കുന്നുവെന്നും എവിടെ ചെന്നാൽ കാണാമെന്നും എവിടെയായിരിക്കും ഇപ്പോൾ അവയെന്നുമെല്ലാം കണക്ക് കൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞ് അവർ ഇരുവരും ഒരുമിച്ച് വനപാതയിലൂടെ അങ്ങനെ നടന്ന് മുന്നിലേക്ക് നീങ്ങി. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മഴ ശക്തമായി പെയ്യുവാൻ തുടങ്ങി. മഴയൊന്നും സാരമാക്കാതെ അവർ ഇരുവരും മുന്നിലേക്ക് നീങ്ങി. അവരിപ്പോൾ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് വനത്തിലൂടെ ഒഴുകുന്ന ഒരു കാട്ടരുവിയുടെ തീരത്തേക്കാണ്.
ആ കാട്ടരുവി മുകളിൽ നിന്നും ഒഴുകി വന്ന് താഴെ ഒരു ചെറിയൊരു വലിയൊരു കുഴിയിലേക്ക് ചെന്നെത്തുന്നുണ്ട്. ആ കുഴിയിൽ ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അവിടേക്ക് ധാരാളം വന്യമൃഗങ്ങൾ വരാറുമുണ്ട് വെള്ളം കുടിക്കുവാൻ. ഈ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ആനകൾ അവിടെ കാണുമെന്ന് അദ്ദേഹത്തിന് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും അവർ അതിനുള്ള തെളിവുകളും കണ്ടെത്തി. കാരണം ധാരാളം ആനകൾ പോയിരിക്കുന്നതിൻ്റെ കാൽപ്പാടുകളാണ്. ആ കാൽപ്പാടുകൾ പരിശോധിച്ചുകൊണ്ട് തിരുപ്പയ്യ പറഞ്ഞു, കുറച്ച് നേരമായിട്ടേ ഉള്ളൂ സാഹിബ്, ആനകൾ പോയിട്ട്. ഇപ്പം പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആനയെ നമുക്ക് കിട്ടും, കിട്ടാതിരിക്കുകയില്ല. തിരുപ്പതയ്യയുടെ കണ്ണുകൾ മുഴുവൻ ആ റൈഫിളിലേക്കായിരുന്നു. ആ റൈഫിളിനെ പറ്റി ധാരാളം വിവരങ്ങൾ അദ്ദേഹം അയാളോട് ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അതിൻ്റെ വില. കാരണം അത്രയും അപൂർവവും അത്രയും വിലപിടിപ്പും അത്രയും മാരകവുമായ ഒരു റൈഫിലായിരുന്നു അത്. അങ്ങനെ കുറേ നേരം വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർ നമ്മൾ മുന്നേ പറഞ്ഞ ആ തടാകത്തിൻ്റെ അരികിലേക്ക് എത്തി. തിരുപ്പതയ്യ പറഞ്ഞത് ശരിയാണ്. ആനകൾ അവിടെ കൂട്ടം കൂടി നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പോയത് ഒരു കൊമ്പൻ്റെ നേരെയായിരുന്നു. പതിയെ നിന്ന് അദ്ദേഹം ആ കൊമ്പന് നേരെ തൻ്റെ റൈഫിൾ ചൂണ്ടി നിൽക്കുന്ന സമയത്ത് അവർ പോലും വിചാരിക്കാതെ അവരുടെ പിന്നിൽ മറ്റൊരു സംഭവം അരങ്ങേറുകയായിരുന്നു. അതെ, അവർക്ക് പിന്നിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊമ്പൻ വന്നു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആനയുടെ ചൂരിൻ്റെ രൂക്ഷമായ ഒരു സാന്നിധ്യം തിരുപ്പതയ്യയ്ക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പിന്നിൽ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന്. തിരുപ്പതയ്യ പതിയെ ആ സാഹിബിനോട് പറഞ്ഞു, സാഹിബ്, നമ്മുടെ ജീവൻ ഇപ്പോൾ ആപത്തിലാണ്. അപ്പോൾ അയാൾ എടുത്തവായി ചോദിച്ച കാര്യം ഇതാണ്, അതിന് ആനകൾ നിൽക്കുന്നത് നല്ല ദൂരെയല്ലേ, അവ വരാറാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോയാൽ പോരെ എന്ന്. തിരുപ്പതയ്യ പറഞ്ഞു, അല്ല, മരണം നമ്മുടെ പിന്നിലാണ് നിൽക്കുന്നത്. തിരിഞ്ഞുപോലും നോക്കാതെ ആനയുടെ കൃത്യമായ സ്ഥാനം അദ്ദേഹം ആ സാഹിബിനോട് പറഞ്ഞു കൊടുത്തു. അതായത് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കൊടുത്തു. ധൈര്യം കൈവിടാതെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പതിയെ തൻ്റെ റൈഫിലുമായി ഒന്ന് തിരിഞ്ഞു നോക്കി. ആനയുടെ 2-3 കാലടികൾക്ക് ഇപ്പുറം തന്നെയാണ് അവർ നിൽക്കുന്നത്. അതായത് 2-3 കാലടികൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെ എത്താൻ കഴിയും. എത്ര ദൂരം എത്ര വേഗത്തിൽ ഓടിയാലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ ഒന്നും ചിന്തിച്ച് നിൽക്കാൻ തിരുപ്പതയ്യയ്ക്ക് മുന്നിൽ സമയമുണ്ടായിരുന്നില്ല. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന സിംഗിൾ ബാരൽ നാടൻ തോക്കെടുത്ത് ആനയുടെ നേരേക്ക് ചൂണ്ടുകയും നിറയൊഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു മിന്നൽ വേഗത്തിലായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ കൈവശം ഉണ്ടായിരുന്ന മാർട്ടിനി കൈവശപ്പെടുത്തിക്കൊണ്ട് മസ്തകത്തിലേക്ക് ചൂണ്ടി തിരുപ്പതയ്യ ആ മാരക ഷോട്ട് എടുത്തത്. ആനയ്ക്കൊന്ന് ചിന്തിക്കുവാനോ ഒന്ന് അനങ്ങുവാനുള്ള സമയം അവിടെ കിട്ടിയിരുന്നില്ല. ആനയുടെ കാലുകൾ ആലില പോലെ വിറച്ചു. മുന്നിലത്തെ മുട്ടുകൾ മടങ്ങി, കൊമ്പ് നിലത്തേക്ക് കുത്തിയിരുന്നു. അതിനുശേഷം വലതുവശത്തേക്ക് ആന ചരിഞ്ഞു. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് ഇതെല്ലാം അവിടെ അരങ്ങേറിയത്. അവിടേക്കെത്തിയ ബ്രിട്ടീഷുകാരൻ സായിപ്പുണ്ടല്ലോ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പതറി വിറച്ച് നിന്നുപോയി. താനിപ്പോൾ എന്താണ് കണ്ടത്, തൻ്റെ മുന്നിൽ എന്താണ് ഉണ്ടായത് എന്നൊന്നും ചിന്തിക്കുവാൻ പോലുമുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. തൻ്റെ രക്തം മുഴുവൻ മരവിച്ചു പോയി. കാരണം മരണം തൻ്റെ തൊട്ടു മുന്നിലാണ് നിന്ന് കളിയാടിയത്. ഒരു നിമിഷം കൊണ്ട് തിരുപ്പതയ്യ ആ മരണത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അല്പസമയത്തിന് ശേഷമാണ് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് തൻ്റെ സ്വബോധം തിരിച്ചു കിട്ടിയത്. കിട്ടിയപ്പോൾ തന്നെ തിരുപ്പതയ്യയെ അയാൾ കെട്ടിപ്പിടിച്ചു. ഒരുപാട് നന്ദി പറഞ്ഞു. തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായി തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ പ്രിയപ്പെട്ട നല്ല വിലമതിപ്പുള്ള ആ മാർട്ടിൻ ഹെൻറി റൈഫിൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായിട്ടായിരുന്നു ആ റൈഫിൾ അയാൾക്ക് നൽകിയത്. ഇനിയും കഥ മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നായിരിക്കും പറയുന്നത്. എന്നെയും കൊണ്ട് തോംസൺ ആദ്യം പോയത് പെരുവള്ളം ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ബ്രിട്ടീഷ് ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്കാണ്. കാടിൻ്റെ അതിർത്തിയിൽ അല്പം ഉയർന്ന ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു ആ മനോഹരമായ ബ്രിട്ടീഷ് ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ പെരുവള്ളം ഗ്രാമവും അതിനപ്പുറം കറുത്തിരുണ്ട് കിടക്കുന്ന നല്ലമല കാടും ഒരുപോലെ കാണാൻ കഴിയുമായിരുന്നു. കളക്ടറായിരുന്ന ആർത്തർ മില്ലറുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ആ ബംഗ്ലാവിൽ തങ്ങുവാൻ തീരുമാനിച്ചത്. അവിടെ എത്തി ഞങ്ങളുടെ സാധനങ്ങളും മറ്റും അവിടെ വെച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് പെരുവള്ളം ഗ്രാമത്തിലേക്കാണ്. അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നില്ലേ, വനപാതയിൽ വെച്ച് 2 പേരെ കൊന്നുവെന്ന് ആ കടുവ. ആ സ്ഥലം കാണുവാൻ വേണ്ടിയാണ് അവിടേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ അതുവഴി ഒഴുകുന്ന ഒരു ജലാശയത്തിൽ എത്തിച്ചേരാം. അതായത് ഒരു ചെറിയൊരു കാട്ടരുവിയാണ്. അങ്ങനെ ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുകയും അവിടെ കണ്ട കാലടയാളങ്ങളും രക്തക്കറകളും എല്ലാം പരിശോധിച്ച ശേഷം
തോംസൺ പറഞ്ഞത് പ്രകാരം അതിൻ്റെ അടുത്തുള്ള ആ അരുവിയുടെ അരികിലേക്ക് പോയി. അവിടേക്കാണ് മറ്റേ ആദ്യത്തെ ആളെ വലിച്ചിഴച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആ പാട് അങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ആ പാടിനെ പിന്തുടർന്നുകൊണ്ട് ഞാനും തോംസണും പിന്നെ ഗ്രാമത്തിൽ നിന്നും ഒരാളും കൂടി ചേർന്ന് ഞങ്ങൾ അവിടേക്ക് പോയി. അയാളാണ് ഞങ്ങൾക്ക് വഴി കാട്ടിത്തരുന്നത്. അയാൾക്ക് ഈ സ്ഥലമെല്ലാം കൃത്യമായി അറിയാമെന്നാണ് പറഞ്ഞത്. അതിന് പ്രകാരമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പാട് ചെന്ന് അവസാനിച്ചത് അവർ പറഞ്ഞതുപോലെ തന്നെ ആ അരുവിയുടെ തീരത്തായിരുന്നു. അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ശരീരം ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇവിടെയാണ് കടന്നിരുന്നത്. പാതി ആഹരിച്ച നിലയിലായിരുന്നു ആ ശരീരം ഉണ്ടായിരുന്നത്. അയാൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. അവിടെയുള്ള ആ ചെറിയൊരു അരുവി ഉണ്ടല്ലോ, അരുവിയുടെ കരയിൽ ധാരാളം മൃഗങ്ങളുടെ കാലടയാളങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഞങ്ങൾ അവയെല്ലാം പരിശോധിച്ചു. ആ പാടുകൾക്ക് കൂട്ടത്തിൽ ആ മുടന്തനായ കടുവയുടെ കാൽപ്പാടുമുണ്ടായിരുന്നു. മുൻകാലുകളിലായിരിക്കണം അതിന് പരിക്കേറ്റത്. ആ മുൻകാലുകൾ താഴെ നിലത്ത് നല്ലപോലെ ഉറപ്പിക്കുന്നതില്ല. ഇതുവരെ നടന്നു വന്ന കാൽപ്പാടുകളെല്ലാം ഞങ്ങൾ പരിശോധിച്ചിരുന്നു. ആ പാടുകളിലെല്ലാം മുൻകാല് തറയിൽ നല്ലപോലെ ഉറപ്പിച്ചതിൻ്റെ യാതൊരു അടയാളവുമില്ല. അതോടുകൂടി തോംസൺ വെടിവെച്ച ആ കടുവ തന്നെയാണ് ഇതിലെ പ്രതിയെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഞാനും തോംസണും അവിടെ നിന്ന് അവിടുത്തെ നമ്മൾ പറഞ്ഞ പെരുവള്ളം ഗ്രാമമില്ലേ, ആ ഗ്രാമത്തിലേക്കാണ് ചെന്നത്. അവിടെയുള്ള ഗ്രാമത്തിലെ ആളുകളെല്ലാം സംസാരിച്ചു. ആ കടുവയുടെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കി. സാധാരണഗതിയിൽ ആ കടുവ ഇവിടുത്തെ കന്നുകാലികളെയും മറ്റ് മൃഗങ്ങളെയും ആക്രമിക്കാറുണ്ടെന്നും രാത്രിയിൽ സ്ഥിരമായും ഗ്രാമത്തിലേക്ക് വരാറുണ്ടെന്നും അവർ പറഞ്ഞു. അതിന് പ്രകാരം ഇന്ന് രാത്രിയിൽ തന്നെ ആ കടുവയെ കൊല്ലുവാൻ വേണ്ടിയുള്ള കെണികൾ തയ്യാറാക്കാമെന്ന് ഞാനും തോംസണും പദ്ധതിയിട്ടു. ഞങ്ങൾ എങ്ങനെ അവനെ പിടിക്കാമെന്നാണ് ചിന്തിച്ചത്. തോംസൺ പറഞ്ഞു, ഇനിയും ജീവനോടെ പിടിക്കേണ്ട, അവനെ കൊന്നുകളയണം. അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്കും പറയാനുള്ളതും ഇത് തന്നെയായിരുന്നു. അതെ, ഇനിയും കൊന്നുകളയണം. 3 പേരെ മാത്രമല്ല ആ കടുവ പിടിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ തൊട്ട് തുടങ്ങിയതാണ് അവൻ്റെ നരനായാട്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ ആ കഥയും ഞങ്ങളോട് പറഞ്ഞു. അതായത് വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഊരിൽ നിന്നും 2 പേർ ഇവിടേക്ക് വരാറുണ്ട്. അവർ ശേഖരിക്കുന്ന കാട്ടുവിഭവങ്ങൾ കൊണ്ട് വിൽക്കുവാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അങ്ങനെ അവസാനം വന്നപ്പോൾ അവരാണ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. അവരുടെ ആ ചെറിയ വനത്തിലെ ആദിവാസി ഊരിൽ നിന്നും 2 പേരെയാണ് ഈ കടുവ കൊന്നതെന്ന് അയാൾ പറഞ്ഞു. മുടന്തുള്ള കടുവയാണോ എന്ന് അയാൾ എടുത്തു ചോദിച്ചിരുന്നു. കാരണം അവിടെ അവസാനം നടന്ന ആക്രമണം അവിടുത്തെ ആളുകൾ വ്യക്തമായി കണ്ടതാണത്രേ. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. കടുവ ഗ്രാമത്തിലേക്ക് വരുന്നത് സ്ഥിരം ഒരു വഴിയിലൂടെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ വരുന്ന വഴിയിൽ ഒരു ആടിനെ കെട്ടിയിട്ട് എവിടെയെങ്കിലും മാറി നിന്ന് അവനെ നിരീക്ഷിക്കാം. ആടിനെ പിടിക്കുവാൻ നേരം അവനെ വെടിവെച്ചു കൊല്ലാം. ഇതായിരുന്നു ഞങ്ങളുടെ പദ്ധതി. അതിന് പ്രകാരം ഞാനും തോംസണും കടുവ വരും എന്ന് പറയുന്ന ആ വഴിയിലേക്ക് ചെന്നു. അവിടെയെല്ലാം നിരീക്ഷിച്ചു. അതിനടുത്തുള്ള ഒരു ചെറിയ വീട് കാണുകയും ചെയ്തു. ആ വീട് ഏതാണെന്ന് മനസ്സിലായോ? ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീയെ ഒരു കടുവ കൊന്നിരുന്നില്ലേ? ആ മരിച്ച സ്ത്രീയുടെ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീട്ടുകാരോട് സംസാരിച്ചു. അന്നത്തെ ആ രാത്രി അവിടെ നിൽക്കാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ആ മുറിയും അവർ തുറന്നു നൽകി. അതായത് അതിൻ്റെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടുവ വരുന്ന വഴി വ്യക്തമായി കാണാൻ കഴിയും. ഞങ്ങൾ ആ വിൻഡോയോട് ചേർന്ന് തന്നെയാണ് ആടിനെ കെട്ടിയിട്ടത്. അങ്ങനെ അന്നത്തെ രാത്രി ഞാനും തോംസണും അവിടെ കഴിച്ചു കൂട്ടി. സമയം ഏറെ വൈകി. 10-11 മണി കഴിഞ്ഞ് കാണും. ദൂരെ നിന്നും ആ കടുവ വരുന്നതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. എവിടെ നിന്നോ കേടമാൻ്റെ ശബ്ദമാണ് ആദ്യം കേട്ടത്. ഒരു മുന്നറിയിപ്പ് ശബ്ദം. മാംസഭോജികളായ മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ദൂരെ നിന്നും കേടമാനുകളും മറ്റു മൃഗങ്ങളും മറ്റുള്ളവർക്ക് ഒരു അലർട്ട് നൽകും. അലർട്ട് ശബ്ദമാണ് അവിടെ ഞങ്ങൾ കേട്ടത്. അതോടെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, അവൻ വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്നു എന്ന്. അധിക നേരം കാത്തു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞതുപോലെ യാതൊരു ഭയവുമില്ലാതെ നല്ലമല ഫോറസ്റ്റിൻ്റെ ആ കവാടത്തിൻ്റെ അരികിൽ ഞങ്ങൾ അവനെ കണ്ടു. ആ ഇരുണ്ട രൂപത്തെ കണ്ടു. അന്ന് നല്ല നിലാവുള്ള രാത്രി ആയതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല അവൻ്റെ നടപ്പിൽ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെയും അതൊരു കടുവ തന്നെയാണെന്നും ആ നരഭോജി തന്നെയാണെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. കാരണം അവന് ചെറിയൊരു മുടന്തുണ്ട്, അതും മുൻകാലിലാണ്. കടുവയുടെ സാന്നിധ്യം മനസ്സിലായതുകൊണ്ടായിരിക്കാം അവിടെ കെട്ടിയിരുന്ന ആട് വല്ലാതെ ശബ്ദമുണ്ടാക്കുവാനും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുവാനും തുടങ്ങിയത്. യാതൊരു പേടിയുമില്ലാതെ അവിടെ കെട്ടിയിരുന്ന ആടിൻ്റെ അരികിലേക്ക് ആ കടുവ പതുക്കെ നടന്നെത്തി. ഞങ്ങൾ ഇരുവരും ആ വീടിൻ്റെ ജനലിലൂടെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു. ഞാൻ എൻ്റെ ഹെൻറി മാർട്ടിൻ റൈഫിൾ എടുക്കുകയും ജനലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് അതിൻ്റെ ബാരൽ നീട്ടുകയും ചെയ്തു. അതിൻ്റെ കുഴൽ നീണ്ടു നിൽക്കുന്നത് ആ കടുവയ്ക്ക് നേരെ തന്നെയാണ്. ആ കടുവയുടെ ശ്രദ്ധ ഇപ്പോൾ മുഴുവൻ ആടിൻ്റെ നേർക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അവൻ ചുറ്റുപാടും ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും വീണ്ടും ആ കടുവ മുടന്തി ആടിൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അപ്പോഴേക്കും എൻ്റെ റൈഫിൾ ശബ്ദിച്ചു.
അതുവരെയും തികഞ്ഞ നിശബ്ദതയിലായിരുന്ന ആ ഗ്രാമമുണ്ടല്ലോ പെട്ടെന്ന് ഉണർന്നു. എൻ്റെ തിര കൃത്യമായി തറച്ചു കയറിയത് ആ കടുവയുടെ തലയിലേക്ക് തന്നെയായിരുന്നു. അതോടുകൂടി ആ കടുവ അവിടെ തന്നെ വീണു. 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്രാമം മുഴുവൻ ഉണരുകയും തീപ്പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീടിൻ്റെ അരികിലേക്ക് ഓടി വരികയും ചെയ്തു. അങ്ങനെ അവരും ഞങ്ങളും എല്ലാം കൂടി ചത്തുകിടക്കുന്ന ആ കടുവയുടെ അരികിലേക്ക് ചെന്നു. അതെ, കൃത്യമായി തന്നെ ആ കടുവ അനക്കമറ്റ് അവിടെ കിടക്കുകയാണ്. അതിൻ്റെ ശിരസിൽ നിന്നും ചോര വാർന്ന് അതിൻ്റെ മണ്ണിലേക്ക് ഊറിയിറങ്ങുന്നു. അതിൻ്റെ കാല് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതിൻ്റെ മുൻകാലിലേറ്റ ആ പരിക്കുണ്ടല്ലോ, ആ പരിക്ക് കാരണമാണ് ഇത് നരഭോജിയായി തീർന്നത്. അത് ഇവിടങ്ങളിലെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു. എങ്കിലും ആരും തോംസണിനെ കുറ്റപ്പെടുത്തിയില്ല. നേരം പുലർന്നപ്പോഴേക്കും കളക്ടറും അവിടേക്കെത്തി. അവിടുത്തെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ആ കടുവയുടെ തൊലി ഉരിഞ്ഞുകൊണ്ട് നമ്മുടെ ബംഗ്ലാവിലേക്ക് പോകുകയും ചെയ്തു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.